ചില ആളുകൾക്ക് ചില ആളുകളുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരെ കാണുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അത് ആരാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളും പരസ്പരം അങ്ങനെയൊക്കെ ചില ചിന്താഗതികൾ നമുക്കുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയുണ്ട്. കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ നിങ്ങളെ സമർപ്പിക്കുന്നത്. അതിൽ കണ്ണിൻ്റെയും കാതിൻ്റെയും ചെവിയുടെയും മറ്റു അവയവങ്ങളുടെയും കഴിവിനെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. കഥ ഇങ്ങനെയാണ്. കണ്ണ് പറയാണ്, അങ്ങകലെ നീലമഞ്ഞിൽ പൊതിഞ്ഞ ഒരു മലയെ ഞാൻ കാണുന്നു എന്ന്. ഉടൻ തന്നെ കാത് പറയാണ്, അങ്ങനെ ഒരു മലയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ലല്ലോ, നീ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഉടനെ മൂക്ക് പറയാണ്, ശരിയാണ്, കണ്ണ് നുണയാണ് പറഞ്ഞത്, അങ്ങനെ ഒരു മലയുടെ മണം എനിക്ക് കിട്ടുന്നില്ല. ഉടൻ തന്നെ കൈ പറയാണ്, എനിക്കങ്ങനെ ഒരു മലയെ തൊടാൻ സാധിക്കുന്നില്ലല്ലോ. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? കണ്ണിന് കാണാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ മല കണ്ണ് കണ്ടിരിക്കുന്നത് സത്യമാണ്, പക്ഷേ ചെവിക്ക് അത് കേൾക്കാൻ കഴിയില്ല. കേൾവിയിലൂടെ ആ മലയെ തിരിച്ചറിയാൻ ചെവിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് ആ മല ഇല്ല എന്നതാണ്. ഇതേപോലെ നമ്മളിലുള്ള ഓരോരുത്തരും വ്യത്യസ്ത കഴിവുള്ളവരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അവരുടെ സ്വഭാവത്തെ ഒരു പക്ഷേ നമുക്ക്, അതിലെ നന്മയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ ഹൃദയം കൊണ്ട് ചിന്തിക്കാനോ കഴിയണമെന്നില്ല. പലരുടെ വ്യൂ ഓഫ് ദ പോയിൻ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ അവയവങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പല രീതിയിലുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു മല കണ്ണിന് കാണാൻ കഴിയുന്നു, കാതിന് കേൾക്കാൻ കഴിയില്ല എന്ന് കരുതി നമ്മളൊരിക്കലും നമ്മുടെ ശരീരത്തിലെ കാതിനെ നമ്മൾ തള്ളിപ്പറയാറില്ല. ഇതുപോലെ ഈ സമൂഹത്തിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ തന്നെ പലരും പല റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്ത്രീ കൈകാര്യം ചെയ്യുന്ന റോൾ ഒരിക്കലും പുരുഷന് അത് ചെയ്യാൻ കഴിയില്ല. ഒരു പുരുഷൻ്റെ റോള് എപ്പോഴും ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയണമെന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും തള്ളിപ്പറയാനോ ഇകഴ്ത്താനോ ആരുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന അഹങ്കാരത്തിൻ്റെ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. മനുഷ്യനെന്ന് പറയുന്നത് സാമൂഹിക ജീവിയാണ്. പരസ്പരം വാങ്ങിയും കൊടുത്തും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി, അവരുടെ കഴിവിനെ മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക.